വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ, ചോദിക്കണം കേട്ടോ. അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. ഓക്കെ. ഇൻസെക്റ്റ് ഫോട്ടോഗ്രാഫി അഥവാ പ്രാണിയെ പിടിക്കൽ. വൈ ഇൻസെക്റ്റ് ഫോട്ടോഗ്രാഫി? വാ നമുക്ക് പ്രാണിയെ പിടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ആയുധം കൂടി കയ്യിലെടുക്കുന്നുണ്ട്, മാക്രോ ലെൻസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുക, പ്രാണിയെ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പ്രാണിയെ പിടിക്കുന്ന ടിപ്സ് കാര്യങ്ങളൂടെ പറഞ്ഞുതരാം നമുക്ക്. അത് പ്രാണിയെ പിടിച്ചുകൊണ്ട് സംസാരിക്കാം. നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ, ഏറ്റവും ചെറിയ തിങ്സിനായിരിക്കും ഏറ്റവും ബ്യൂട്ടി കൂടുതൽ. അതേപോലെ ഏറ്റവും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വളരെ മൈന്യൂട്ടായ ഇൻസെക്റ്റുകൾക്ക് വരെ വളരെ വെരി വെരി ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു സംഭവം നമ്മളും ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന വളരെ മൈന്യൂട്ട് മൈക്രോവേവ്സ് കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ഈച്ച, കൊതുക്, ഉറുമ്പ് എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പോൾ അവരെയൊക്കെ കിട്ടിയാൽ നമ്മൾ കിടിലൻ ഫോട്ടോസ് എടുക്കാം. സോ ഒരു ചെറിയ സ്റ്റാറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ നമ്മൾ പ്രാണിയെ പിടിക്കുമ്പോൾ വല്ല കാട്ടിലോ മടയിലോ ഒന്നും ചെന്ന് കൈയിടരുത്. ഹൈലി ഡേഞ്ചറസ് ആവും, സ്നേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കംഫോർട്ട് ഏരിയ കണ്ടെത്തുക, എന്നിട്ട് അവിടെ ഇൻസെക്റ്റ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ തന്നെ നൈസായിട്ടൊന്ന് ക്യാപ്ചർ ചെയ്തെടുക്കുക. കുറച്ച് ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് വണ് മാക്രോ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഫസ്റ്റ് ട്രിപ്പ്, ഒരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസോ വീഡിയോസോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മാക്രോ എന്ന് പറയുന്നത് ഏറ്റവും മൈന്യൂട്ട് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഷേക്ക് അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് വണ്ണായിരിക്കും. ഒരു ചെറിയൊരു ഷേക്ക് വന്നാൽ ഏറ്റവും വലിയ ഷേക്കായിരിക്കും. അപ്പോൾ നമ്മളെ ഫോട്ടോ എന്ത് ചെയ്യുക, വൈബ്രേറ്റ് ആയിട്ട് പോകും. സോ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഗ്രിഡ് ലൈൻസ്, ഡിഫോൾട്ട് ക്യാമറ ആപ്പിൽ ഗ്രിഡ് ലൈൻസ് ഓൺ ചെയ്തിടുക. അപ്പോൾ ഗ്രിഡ് ലൈൻസ് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഓൺ ചെയ്തിട്ടാൽ നമുക്ക് 9 കോളംസ് ആൻഡ് റോസ്, 3 കോളംസും 3 റോസും കാണും. അതിൽ ഏറ്റവും സെൻട്രലായിട്ടുള്ള കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിന് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഒബ്ജക്റ്റിന് അവിടെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ മാക്രോ ലെൻസ് റൗണ്ടിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ, നിങ്ങളിപ്പോൾ മാക്രോ ലെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അറിയാൻ കഴിയും, നമ്മുടെ ഫോണിലേക്ക് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലൊക്കെ ഒരു വിഞ്ചറ്റ് എഫക്റ്റ് പോലെ ഒരു ഡാർക്ക് സ്പോട്ട് കാണും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലാക്ക് സ്പോട്ടൊക്കെ ക്രോപ്പ് ചെയ്ത് ഒഴിവാക്കിയിടാം. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, എഡിറ്റ് ചെയ്യുന്ന ഭാഗത്ത് അത് കാണിച്ചു തരാം. സോ ടിപ്പ് നമ്പർ 3, ക്ഷമ. അപ്പോൾ മാക്സിമം ക്ഷമിക്കണം. കാരണം നമ്മൾ ഈ ഫോണും കൊണ്ട് ഇങ്ങനെ ഒരു ഈച്ചയെ കിട്ടിയ, അല്ലെങ്കിൽ ഒരു കൊതുവിനെ കിട്ടിയ, ഒരു ഉറുമ്പിനെ കിട്ടിയ, അപ്പോൾ ഫോണിട്ട് അതിനടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അത് മാറിപ്പോകും. നമ്മൾ അവരെ ഉപദ്രവിക്കാൻ വരണമെന്ന് വിചാരിച്ചിട്ട് അവർ നേരെ ജസ്റ്റ് എസ്കേപ്പ് ആവും. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ക്ഷമിക്കുക. മെല്ലെ വളരെ സ്ലോലി ഒരു ഒബ്ജക്റ്റിനെ കിട്ടിയാൽ, ഒരു ഒബ്ജക്റ്റ് മീൻസ് നമ്മളൊരു ഇൻസെക്റ്റിനെ കിട്ടിയാൽ വളരെ സ്ലോലി അതിൻ്റെ അടുത്തേക്ക് പോവുക, നേരെ കിട്ടിക്കിട്ടാ ക്യാപ്ചർ ചെയ്യുക. അതായത് നമ്മളെ ബൂസ്റ്റ് ഷോട്ടുകൾ ഉപയോഗിക്കുക. അതാണ് നമ്മളെ ടിപ്പ് നമ്പർ 4. അതായത് നമ്മളെ ക്യാമറ പ്രസ് ബട്ടൺ, അതായത് ക്യാപ്ചർ ബട്ടൺ നെക്കി പിടിച്ച ബേസ്റ്റ് ഷോട്ടുകളാകും. അപ്പോൾ ഒരു 2 സെക്കൻഡ് നെക്കി പിടിച്ച ഏകദേശം 10 20 ഫോട്ടോസ് ഒറ്റയടിക്ക് പോകും. അതിൽ ഏറ്റവും നല്ല ഫോട്ടോ, ഷെയ്ക്കില്ലാത്ത ഫോട്ടോ ഏതാണെന്ന് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ
നമുക്ക് എടുത്ത പിക്ചേഴ്സൊക്കെ ഒന്ന് എടുത്തു നോക്കാം. ഞാൻ എൻ്റെ ഗാലറി കയറിയിട്ട് ഗാലറി നോക്കുമ്പോൾ ഞാൻ ബൂസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തത്. കാരണം എൻ്റെ ഗാലറിയിൽ ഒരുപാട് ഇമേജസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു ക്ലിയറുള്ള ഇമേജ് എടുക്കുക. ആസ് യൂഷ്വൽ നമ്മൾ എഡിറ്റ് ചെയ്യണ പോലെ സ്നാപ്സീഡോ ലൈറ്റ് റൂം വെച്ച് പിടയ്ക്കുക, കളർ ഗ്രേഡ് ചെയ്യുക. സോ ടക്ക ഇത്രയൊക്കെയാണ് നമ്മുടെ ടിപ്സ്. ബാക്കിയൊക്കെ യുവർ ഓൺ ഐഡിയാസ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക, സ്വന്തം ആംഗിളുകൾ കണ്ടെത്തുക, കിടിലം ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഗുഡ് ലക്ക്.